ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രചന കോടതിയുടെ മുമ്പിൽ ആദിയുടെ മുമ്പിൽ പൊട്ടിക്കരയാട്ടോ. രചന പറയുന്നുണ്ട് മോനെ ആദി എന്ന് പറയുമ്പോ ആദി പറയുന്നുണ്ട് മമ്മി ഡാഡിയുടെ നല്ലതൊന്നും കണ്ടില്ല. ഡാഡീനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും മമ്മി എന്തുമാത്രം ഉപദ്രവിച്ചു ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ മമ്മിക്ക് മനസ്സിലാകും. എന്തായാലും ഞാൻ പോകുക മമ്മി, ശരിയാവില്ല. ആകാശങ്ങളുടെ കൂടെ ഞാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നില്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ടി വരും. എനിക്കിങ്ങനെ നാട് വിട്ടു പോകാൻ വയ്യ മമ്മി. അതുകൊണ്ട് ഞാൻ ഡാഡിയുടെ കൂടെ പോകാണ്. മമ്മിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ. ഞാൻ ഒരിക്കലും ബന്ധങ്ങൾ ഇട്ടെറിഞ്ഞു പോവല്ല. മമ്മി എപ്പോഴും ഒറ്റക്കാവാണെങ്കിൽ മാത്രം, അതായത് ആകാശങ്ങളില്ലാതെ മമ്മി ഒറ്റപ്പെട്ടു പോകാവുന്ന ഒരു നിമിഷത്തില് എന്നെ വിളിക്കാമെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ മമ്മിയുടെ കൂടെ വരും. അത് ഞാൻ മമ്മിക്ക് ഈ ആദ്യം തരുന്ന വാക്കാണ്. ഞാൻ പൊയ്ക്കോട്ടെ മമ്മി എന്ന് പറയുമ്പോ മോനെ ഞാൻ ഇനി നിന്നെ അടുത്തടഞ്ഞു വെക്കുന്നില്ല, നീ പൊയ്ക്കോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജീവിച്ചോ എന്ന് പറയാണ്. ഞാൻ പോകുക മമ്മി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ആദി പോകാൻ പോകുമ്പോഴേക്കും രചന ആദിയുടെ കൈകളിൽ പിടിക്കുകയാണ്. മോനെ ആദി എന്ന് പറയുമ്പോഴേക്കും രചനയുടെ കൈ മാറ്റിയിട്ട് ആദി കരഞ്ഞുകൊണ്ട് വേഗം മഹേഷിന്റെ അടുത്തേക്ക് പോവാട്ടോ. മഹേഷ് അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ആദി വരുമ്പോ ആദിയുടെ കണ്ണുകൾ തുടച്ചു കൊടുക്കുകയാണ് മഹേഷ്. അതിനുശേഷം മോനോട് പറയുന്നുണ്ട്, മോനെ നീ അകത്ത് കയറിക്കോ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ആദിയുടെ പെട്ടിയെല്ലാം പുറകില് ഡിക്കിൽ വെച്ചതിന് ശേഷം മഹേഷ് ഡോർ തുറന്നു കൊടുക്കാണ്. ആദി കാറിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് മഹേഷ് രചനയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും രചന പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാട്ടോ. ആകാശ് രചനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രചനെ നീ എന്തിനിങ്ങനെ കരയണത്? നോക്ക്, പശുവും ചത്തു മോരിലെ പുളിയും പോയിന്ന് കേട്ടില്ലേ? അതുപോലെ നിന്റെ കൈ വിട്ടുപോയി. ആദ്യം മോള് പോയി, ഇപ്പതേ മോനും പോയി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് മഹേഷ് വരുവാണ്. രചന നീ ഇങ്ങനെ കരയേണ്ട ഒരു ആവശ്യമില്ല. നീ തോറ്റുപോയത് എന്റെ മുമ്പിലല്ല, നിന്റെ ഗർഭപാത്രത്തെ മുമ്പിലാണ്. ആദ്യം എനിക്ക് എന്റെ മോളെ കോടതി വിട്ടു തന്നു, ഇപ്പൊ മോനെയും വിട്ടു തന്നു. അതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ദുർനടപ്പ് തന്നെയാണ്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ ശത്രുവിന്റെ കൂടെ നീ കൂടി, പക്ഷെ തോറ്റുപോയത് നീ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് രചന ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്ന നിന്റെ ഈ ജീവിതം ഉണ്ടല്ലോ, അത് എന്റെ ഔദാര്യം മാത്രാണ്. നീ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് തെളിവുകളടക്കം ശരിക്കും നിന്നെ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്റെ മോനെ വിചാരിച്ച് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടത്. അവൻ വിഷമിക്കും എന്ന് കരുതിയിട്ട് മാത്രം. അത് നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് പറയാണ്. ശേഷം പറയുന്നുണ്ട് മഹേഷ്, ഇനി എന്റെ മോന്റെയും മോളുടെ അടുത്തേക്ക് നിങ്ങൾ ആരും വന്നു പോയത്, ഞങ്ങൾ ഒന്ന് ജീവിച്ചു തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവാണ്. മഹേഷ് പോയി കഴിയുമ്പോഴേക്കും ആകാശ് രചന അടുത്ത് പറഞ്ഞിട്ട്, രചന ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവന്റെ ജയിച്ചപ്പോൾ അഹങ്കാരം പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രചനയും കൂട്ടിക്കൊണ്ട് ആകാശ് അവിടുന്ന് പോവാട്ടോ. ശേഷം മഹേഷ് ആദിനെയും കൂട്ടിക്കൊണ്ട് നേരെ വരുന്നത് വീട്ടിലേക്കാണ്. ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ ആദ്യം വാതിൽ തുറക്കാട്ടോ. അത് ലോക്കൊന്നും ഉണ്ടാവില്ല. ആദ്യം വാതിൽ തുറക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അവിടെ എല്ലാവരും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. തോരണങ്ങളൊക്കെ തൂക്കി നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടോ. അപ്പൊ അത് ആദ്യം വരുമ്പോ തന്നെ ഇഷിതയും ചിപ്പിയും അതുപോലെ തന്നെ സ്വപ്നവല്ലി രാമനാഥനും കൂടി വെൽക്കം ഹോം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആദ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹേഷ് പറഞ്ഞ, ആഹാ കൊള്ളാലോ, നിങ്ങൾ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചല്ലോ. ഈ കുറഞ്ഞ നിമിഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാനൊരു കേക്കും കൂടി മേടിച്ചുകൊണ്ട് വന്നാനേലോ എന്ന് പറയുമ്പോഴേക്കും ഇഷിത ഇങ്ങനെ ചിരിക്കുകയാണ്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് ഈ അലങ്കാരം മാത്രമേ ഉള്ളൂ, അത് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട, അതെ അമ്മയുടെ വക നല്ല അടിപൊളി പായസം ഉണ്ട്. ആഹാ അത് മതി എന്ന് പറയാണ്. ആ സമയത്ത് സ്വപ്നവല്ലി പറയണ്ട, അതെ ഞാൻ നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കേക്കിന്റെ കാര്യം പറഞ്ഞല്ലോ നീ, കേക്ക് ഇപ്പൊ വരും എന്ന് പറയാണ്. ആ സമയത്ത് പ്രിയാമണിയും അതുപോലെ തന്നെ മാഷും കൂടി കേക്കായിട്ട് വരും കേട്ടോ. മോനെ സോറി കേട്ടോ, നീ വരുന്നതേ കാണാൻ പറ്റാത്തതിനെ കാണേ, ഞങ്ങൾ പെട്ടതാണ് കേക്ക് മേടിക്കാൻ വേണ്ടി പോയത്. പിന്നിങ്ങോട് വരുന്നപ്പോഴേക്കും സമയമായി മോനെ, അതുകൊണ്ടാ എന്ന് പറയാണ്. ഷിപ്പി വേഗം തന്നെ ആദ്യനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ ആദ്യേട്ടൻ വീട്ടിലേക്ക് വന്നല്ലോ, ഇനി ഞാൻ ആദ്യേട്ടനെ എവിടേക്കും വിടില്ല എന്ന് പറയുമ്പോ സ്വപ്നവല്ലി പറയണ്ടേ, മോളെ നീ ആദ്യയുടെ പിടിവിട്, ഞങ്ങൾ വന്ന് അവനെ കെട്ടിപ്പിടിക്കട്ടെ മോനെ ആദി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ആദി നേരെ ഇഷിതയുടെ അടുത്തേക്ക് പോവാണ്. ഇഷിതയുടെ കൈകൾ ആദി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇഷിതാമ്മയാണ്. എന്റെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും ഞാൻ ഡാഡിയെടുത്ത് പോലും പറയില്ലായിരുന്നു, ഇഷിതാമ്മയെടുത്താ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, മോനെ നീ ഇവിടെ വരണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ മോനിലേടാ നീ എന്നിങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ ആദിക്കും ഭയങ്കര സന്തോഷമൊന്നുണ്ട്. അപ്പൊ മാഷ് പറയണ്ട, ഇപ്പോഴാണ് ഈ കുടുംബം പൂർണ്ണമായത് എന്ന് പറയുമ്പോഴേക്കും ആദ്യ വേഗം ഇഷിതയുടെ വയറ്റിൽ നോക്കി പറയുന്നുണ്ട്, അതെ മാഷപ്പ പൂർണ്ണതയിലെത്തിയിട്ടില്ല, ഒരാള് കൂടി വരാനുണ്ട്, എന്നാലേ പൂർണ്ണതയിലെത്തുള്ളൂ എന്ന് പറയുമ്പോ പ്രിയാമണി പറയണ്ട, അത് മോൻ പറഞ്ഞ ശരിയാണ്. പേരക്കുട്ടികളുടെ എണ്ണം കൂടുന്തോറും ഞങ്ങൾ അപ്പാപ്പന്മാർക്കും അമ്മാമാർക്കും സന്തോഷം ഇരട്ടിക്കുകയുള്ളൂ. എല്ലാ സ്വപ്നവല്ലി അതെ അതെ എന്ന് പറയാണ്.
ഇഷിത പറയുന്നുണ്ട്. അതെ, മോൻ നോക്കി നിൽക്കാതെ കേക്ക് കട്ടേ വാ എന്ന് പറഞ്ഞിട്ട് ആദിനെ കൊണ്ട് കേക്ക് കട്ടയിപ്പിക്കാണ്. ആദ്യം കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം കൊടുക്കുന്നത് ഇഷിതക്കാട്ടോ. ഇഷിത ആദ്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് കൊടുക്കുന്നത് മഹേഷിനെയാണ്. പിന്നെ പ്രിയാമണി, മാഷ്, അതിശു, സ്വപ്നവലി, രാമനാഥൻ, പിന്നീട് വലിയ കഷ്ണം കേക്ക് എടുത്ത് ചിപ്പിക്ക് കൊടുത്ത് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാണ് ആദി. ചിപ്പിയും ആദിക്ക് കേക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, ഇനി അടുത്ത പരിപാടി മഹേഷിന്റെ ഒരു പാട്ടാണ്. മഹേഷ് പാട്ട് പാടൂ. ദേ താമത്തെ കൊളവാക്കല്ലേ, ഞാൻ പാട്ടൊന്നും പാടാറില്ല. അപ്പൊ ചിപ്പിയും ആദ്യം പാടാതെ അതെ ഡാഡി പാട്ട് പാടണം. എന്തിനാ? എല്ലാരും ഇറങ്ങി ഓടാനായിട്ടോ. എനിക്ക് പാട്ട് പാടാൻ അറിയുന്നില്ല. എനിക്ക് ഒട്ടും അറിയാത്ത സംഭവമാണ് പാട്ട് പാടുക. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഞാൻ പാടത്തൊന്നുമില്ല. അപ്പോ ഇഷിത പറയണ്ട്, മഹേഷ് എന്താ മഹേഷ് ഇങ്ങനെ ഒന്ന് പാട്ട് പാട്. എടോ താമരത്തെ കളിക്കല്ലേ, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിത മക്കളുടെ ചെവിയിൽ എന്തോ പറയുന്നു കേട്ടോ. അത് കൊള്ളാം, നല്ല ഐഡിയ എന്ന് ആദ്യം ചിപ്പിയും പറയാണ്. അങ്ങനെ ഇഷിത ഫോണിൽ ഒരു പാട്ട് വെക്കാണ്. ആ പാട്ട് ഒരു അടിച്ചുപൊളി പാട്ടാട്ടോ. ആ പാട്ട് കേട്ട് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ആദ്യം ചിപ്പി ഭയങ്കര ഒരു ഡാൻസ് കളിക്കാട്ടോ. ഇഷിതയുടെ തുള്ളൽ കാണുമ്പോഴേക്കും മഹേഷും അതുപോലെ തന്നെ പ്രിയാമണിയൊക്കെ അയ്യോ മോളെ നീ എന്തീ കാണിക്കുന്നു, ഇഷു ഡാൻസ് കളിക്കല്ലേ എന്ന് പറയണ്ടോ. പക്ഷെ ഇഷിത അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവര് അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മഞ്ജുമയാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല കേട്ടോ. അവളുടെ ഒരു ആഘോഷം ഇതോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ വേഗം തന്നെ റൂം അടച്ചിട്ട് അജിത്തിനെ വിളിക്കാണ്. ഹലോ അജിത്തെ, ഇവിടെ ആഘോഷമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അജിത്ത് പറഞ്ഞിട്ട് അവരെ ആഘോഷിക്കണോ, നമുക്കും ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ വരും. അവളുടെ ഒരു ആഘോഷം കാണണം. ആ കുരുത്തം കിട്ട ചെക്കൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവനാണ് ഈ വീട്ടിലെ എല്ലാ കുരുത്തക്കേടും ഒപ്പിക്കണത്. അവൻ ഈ വീട്ടിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചാണ്, അവൻ വന്നു എന്ന് പറയാണ്. എടോ അതൊക്കെ താൻ വിട്ടുകളാ. ദേ ഞാൻ തന്റെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി പോവായിരുന്നു. എന്താ അജിത്ത് പറ. അതെ, കമ്പനിയെ ഒരു ചെറിയൊരു പാക്കേജ് വന്നിട്ടുണ്ട്. ഊട്ടിയിലേക്ക് ഒരു യാത്ര, ഒരു 3-4 ദിവസത്തെ യാത്രയാണ്. ഞാൻ തന്നെയും കൂടി ക്ഷണിക്കാണ്, നമുക്ക് ഊട്ടിയിലേക്ക് പോയാലോ? അയ്യോ അജിത്ത്, അതെങ്ങനെയാ? വീട്ടിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് പുറത്തു വരാനൊന്നും പറ്റില്ല. എടോ താൻ വല്ല കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ഗെറ്റ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും പറ. ഒരു സ്ത്രീനെ കൊണ്ടുവേണമെങ്കിൽ തന്റെ വീട്ടുകാരനെ വേണമെങ്കിൽ വിളിപ്പിക്കാം. എന്താ അതുപോലെ? എനിക്ക് പരിചയമുള്ള സ്ത്രീ ഉണ്ട്, അവരെ കൊണ്ട് വേണമെങ്കിൽ വിളിപ്പിക്കാം. അത് പിന്നെ അജിത്തിന് അറിയാലോ, ഞാൻ അങ്ങനത്തെ തരത്തിലുള്ള പെണ്ണൊന്നും അല്ല. എടോ നമുക്ക് ഒരു സ്വാതന്ത്ര്യം വേണ്ടിയോ, നമുക്കും ആഘോഷിക്കേണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ 2-3 ദിവസം കൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാടോ. ജീവിതം എന്താന്ന് ഞാൻ തനിക്ക് കാണിച്ചുതരാം. ദേ താൻ അനുഭവിക്കാത്ത അത്ര സുഖവും സന്തോഷവും തന്നെ അനുഭവിക്കാൻ പോവാണ്. എടോ താൻ വാടോ. അത് അജിത്ത് എനിക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ശ്രമിക്കാം. താൻ ശ്രമിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ നമ്മൾ 3-4 ദിവസം ഊട്ടി പോയി അടിച്ചു പൊളിക്കുന്നു. എന്താ ഓക്കെ അല്ലേ? ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുമ ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം മഞ്ജുമ മനസ്സ് വിചാരിക്കണം, എടാ അജിത്ത് മോനെ, നിന്നെ ഞാൻ കൊതിപ്പിച്ച് ഞാൻ അവസാനം ഞാൻ നിനക്ക് തരത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ കൊതിപ്പിക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നതിന് അതൊരു ത്രില്ല് പോകുമല്ലോ. അതിന് നീ കൊതിച്ച് കുറെ എന്റെ പുറകിലേക്ക് വാ. നിന്നെ ഞാൻ വരച്ച വരെ നിർത്തുന്നുണ്ട് എന്നൊക്കെ മഞ്ജുമെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന രചനയാണ്. രചന രാത്രിയൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകാശാണെങ്കിൽ തൊട്ടടുത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. രചന ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ആകാശ് ഞാനിങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുമ്പോ ആകാശിനെ ഇങ്ങനെ മദ്യപിക്കാൻ തോന്നുന്നു. ആകാശിന് എന്ത് ക്രൂര മനസ്സാണ്. എടോ രചന, പോയവര് പോയി, ഇനി ഞാനെന്തോടെ വിഷമിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ നിനക്കൊരു സന്തോഷ വാർത്ത ഞാൻ പറയാം. നിന്റെ 2 മക്കളെയും ഉടനെ നിനക്ക് തിരിച്ചിട്ടു. ആകാശ് എന്താ നുണ പറയാണോ? എന്നെ വെറുതെ കളിപ്പിക്കുകയാണോ? ഇവിടെ ഞാൻ കാര്യത്തിലാണോ പറഞ്ഞത്? ഞാൻ ഒന്നും കാണാതെ ഇങ്ങനെ ചെയ്യുന്നു, തനിക്ക് നന്നായിട്ട് അറിയാലോ. ആദ്യം പോയിട്ടുണ്ടെങ്കിലേ അത് ചിപ്പിനെയും കൂട്ടി വരാനായിട്ടാണ്. താൻ നോക്കിക്കോ, ആദ്യം ചിപ്പിയും ഉടനെ ഇവിടേക്ക് എത്തും. ഇത് ആകാശ് തരുന്ന വാക്കാണ്. എന്താ ആകാശിന്റെ പ്ലാൻ ചെറിയ പഴയ പ്ലാനാണ്, പക്ഷെ ഇത് വർക്ക്ഔട്ട് ആവും ഉറപ്പാടോ. ആദ്യം ചിപ്പിൻ തന്റെ അടുത്തേക്ക് വരും പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ രചനനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് നമ്മുടെ ആകാശും രചനയും കൂടി മഹേഷിനെയും ഇഷിതനെയും കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇഷിതനെ വളരെ മോശമായിട്ട് ആകാശം എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, മഹേഷിന്റെ 2 മക്കളും എന്റെ മക്കളും കൂടിയിട്ടാണ്, അവരെ ഞങ്ങൾ ആരും വിട്ടുതരത്തില്ല എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.